ഹായ് ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇത് ബീഹാറിൽ തന്നെ ഗയയിലെ നളന്ദ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ മതിലാണ് ഈ സൈഡിൽ കാണുന്നത്. ഇതിനകത്താണ് 400 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതുമാണിത്. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയും അതുപോലെ തന്നെ PhD ബിരുദങ്ങൾ മാത്രമാണ് ഇവിടെ നടത്തുന്നത്. ഇന്ത്യയുടെ സാംസ്കാരികവും പാരമ്പര്യവുമായ പൈതൃകത്തിൻ്റെ മുൻനിരയിൽ തന്നെ നളന്ദ സർവകലാശാല ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തവും അഭിമാനകരവുമാണ്. ഏഷ്യ ഉച്ചകോടിയിലെ 18 അംഗരാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ആണ് അന്താരാഷ്ട്ര സർവകലാശാല ഇത് നടത്തുന്നത്. സർവകലാശാലയുടെ ആദ്യ ചാൻസലർ നോബൽ സമ്മാന ജേതാവായ അമർത്യ സെൻ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ 1000-നടുത്ത് വിദ്യാർത്ഥികളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ പഠനം നടത്തുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിലെ ഗേറ്റ്. ഞാൻ അങ്ങോട്ട് വണ്ടി ഓടിച്ച് ചെന്നപ്പോൾ സെക്യൂരിറ്റി എന്നെ തടഞ്ഞു. അവരെന്നോട് പറഞ്ഞത് ഇവിടെ അകത്തേക്ക് പ്രവേശനമില്ല, ഓൺലൈനിൽ നേരത്തെ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ഇതിനകത്ത് പ്രവേശിപ്പിക്കാമായിരുന്നു, ടിക്കറ്റ് ഫീ ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് എൻ്റെ ലഗേജ് ഒക്കെ ബൈക്കുമ്പോൾ വെച്ച് കെട്ടിയേക്കണ കാരണം അവർക്കും പേടിയുണ്ട്. എൻ്റെ വണ്ടി ഒതുക്കി വെപ്പിച്ചു. ഈ കാണുന്നതാണ്. ഇവിടെ നിന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ആ കാണുന്ന മതിൽക്കെട്ടിനുള്ളിൽ വേറൊരു ഗേറ്റ് കാണുന്നതിൻ്റെ അപ്പുറത്താണ് 400 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്നത്. അവരെന്നോട് പറഞ്ഞു ഇവിടെ നിന്നൊരു 70 കിലോമീറ്റർ അപ്പുറത്ത് മാറിയാൽ നമ്മുടെ പുരാതന നളന്ദ യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടേക്ക് പൊക്കോളാം. അതുതന്നെയാണ് എൻ്റെയും ഉദ്ദേശം. റൂയിൻസ് ഓഫ് നളന്ദ അത് കാണാനുള്ള അടുത്ത എൻ്റെ ലക്ഷ്യസ്ഥാനം. അങ്ങോട്ട് ഞാൻ പോവാണ്. അവർ സെക്യൂരിറ്റിക്കാരൊക്കെ ആയി സംസാരിച്ച് അതിനെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് വന്നത്, ഈ ബുള്ളറ്റും കൊണ്ട് ഓൾ ഇന്ത്യ ഒറ്റയ്ക്ക് പോകുന്നത് പറഞ്ഞപ്പോൾ അവർ വളരെയധികം ആശ്ചര്യത്തോടു കൂടിയാണ് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത്. എൻ്റെ കുറേശ്ശെ അറിയാവുന്ന ഹിന്ദിയും അവരുടെ നല്ലപോലെ പറയുന്ന ഹിന്ദിയും തമ്മിൽ ഒരു ചെറിയ കുഴപ്പമില്ല. അങ്ങനെ അവരെന്നോട് ഗുഡ് ബൈ പറഞ്ഞ് ഞാൻ വീണ്ടും അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി പോകുന്നത് ബോധഗയയിൽ നിന്ന് നളന്ദ യൂണിവേഴ്സിറ്റിയിലേക്ക് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ തന്നെ 80 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ കാണുന്ന ഇതാണ് റൂയിൻസ് ഓഫ് നളന്ദ, അതിൻ്റെ ഗേറ്റ്. നമ്മൾ 2023 G20 രാഷ്ട്രങ്ങളുടെ ഒരു മീറ്റിംഗ് ഇന്ത്യ ആദ്യമായി ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബോർഡാണിത്. ഈ ബോർഡ് ഇങ്ങനെ ഞാൻ യാത്ര ചെയ്യുന്ന ഇങ്ങനത്തെ മോണിമെൻറ്റ്സിലൊക്കെ പലയിടത്തും ഈ ബോർഡുകൾ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇതെല്ലാം പകർത്തി നേരെ ഈ മെയിൻ ഗേറ്റ് വഴി അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാറ്റ്ന, അതായത് ബീഹാറിൻ്റെ തലസ്ഥാനം പാറ്റ്നയിൽ നിന്നും പണ്ട് പാടലിപുത്ര എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അവിടെ നിന്ന് 90 കിലോമീറ്ററും അകലെയായാണ് ഈ സ്ഥലത്തിൻ്റെ പേര് രാജ്ഗിർ എന്നാണ്. ഞാൻ അകത്ത് പോയ എന്നെ അവർ തിരിച്ചയച്ചു. ടിക്കറ്റ് എടുക്കുന്ന ചെറിയ ഈ എൻട്രൻസിൽ കൂടെ അകത്ത് കിടന്നാലാണ് അവിടെ പോയി ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞ് അതിലെ എന്നെ അകത്തേക്ക് ഈ കമ്പി വഴിയുടെ ഉള്ളിലെ കൂടെ അകത്തേക്ക് കടത്തി വിട്ടു. ഇത് 427 CE 427 മുതൽ 13-ാം നൂറ്റാണ്ട് വരെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. CE 427 ഗുപ്ത സാമ്രാജ്യത്തിലെ ചക്രവർത്തി കുമാരഗുപ്ത ഒന്നാമനാണ് നളന്ദ സ്ഥാപിച്ചത്. ഈ നളന്ദയിൽ നിന്ന് മണ്ണിൻ്റെ അടിയിൽ നിന്നൊക്കെ ഖനനം ചെയ്തെടുത്ത ഓരോ പ്രദേശത്തിൻ്റെ നമുക്ക് സന്ദർശകർക്ക് മനസ്സിലാവുന്ന വിധത്തിലുള്ള ഓരോ ബോർഡുകളാണ്, അതിൻ്റെ പടങ്ങൾ എടുത്തിട്ടുള്ള ബോർഡുകളാണ് ഈ സൈഡിലൊക്കെ വെച്ചിരിക്കുന്നത്.
CE 750 മുതൽ 1161 അന്നത്തെ ഭരണാധികാരികളുടെ പിന്തുണയോടെ ഈ ഗുരുകുലം തഴച്ചു വളർന്നു. പ്രധാന ബുദ്ധമത തത്വചിന്തകളും വേദങ്ങളും മറ്റു വിഷയങ്ങളും നളന്ദയുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്നു. പ്രധാനമായും വൈദ്യശാസ്ത്രം, യുക്തി, ഗണിതം, ജ്യോതിശാസ്ത്രം എന്നിവയായിരുന്നു. നളന്ദയുടെ പുരാതന സ്ഥലം ഇപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റാണ്. ഇതൊരു 40 കിലോമീറ്റർ ചുറ്റളവിൽ പല സ്ഥലത്തായിട്ടാണ് ഇത് കിടക്കുന്നത്. 2010 പുരാതന സർവകലാശാലയെ പുനരുജ്ജീവിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ഒരു പ്രമേയം പാസാക്കി. രാജ്ഗിർ നളന്ദ യൂണിവേഴ്സിറ്റി എന്ന സ്ഥാപനം സ്ഥാപിക്കപ്പെട്ടു. ബീഹാറിലെ പ്രധാന ബുദ്ധമത കേന്ദ്രമായ ബോധ്ഗയയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറും 80 കിലോമീറ്റർ ഉള്ളൂ. നളന്ദ പുരാവസ്തു സ്ഥലം ബാർഗോൺ ഗ്രാമത്തിൻ്റെ ഒരു വലിയ പ്രദേശത്താണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. നളന്ദയ്ക്ക് സമീപമുള്ള സ്ഥലങ്ങളിൽ പുരാവസ്തു ഗവേഷണത്തിൻ്റെ പാത്രങ്ങളും മറ്റു വസ്തുക്കളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. BC 1200കളിൽ ഉള്ളതാണ് ഇതെന്നും മഹാവീരൻ്റെയും ബുദ്ധൻ്റെയും ജനനത്തിന് മുന്നേ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നെന്നും ഇത് കാണിക്കുന്നു. ഇതെല്ലാം അവർ പഠിച്ചതും അവർ താമസിച്ചതിൻ്റെ എല്ലാം അവശിഷ്ടങ്ങളാണ്. അന്ന് ചൂള, അതായത് മണ്ണ് നമ്മൾ അച്ചിൽ വെച്ച് ഇഷ്ടിക പിടിച്ച് അത് ചൂളക്കി വെച്ച ഇഷ്ടികയാണ് BCയിലൊക്കെ പണി കഴിപ്പിച്ച ഈ ഖനനം ചെയ്തെടുത്ത ഈ പുരാവസ്തുക്കൾക്കുള്ളത്. ഇതും ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ലോകാത്ഭുതം തന്നെയാണ് എന്ന് പറയാം. ബുദ്ധൻ്റെ ഒരു പ്രമുഖ ശിഷ്യൻ സാരിപുത്തൻ നളന്ദയിൽ ജനിച്ച ആളാണെന്നും ഇവിടെ തന്നെ ബുദ്ധൻ്റെ ഒപ്പം പ്രവർത്തിച്ച് പിന്നീട് ഇവിടെ തന്നെ മരണപ്പെടുകയും ചെയ്തു എന്നും വിശ്വസിക്കപ്പെടുന്നു. നളന്ദയിൽ അന്ന് 1500 അധ്യാപകരും 10,000-ഓളം വിദ്യാർത്ഥി സന്യാസിമാരും ഉണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിന് എന്നാണ് ഈ ഖനനം ചെയ്ത് ഇതിൻ്റെ ഏരിയകളൊക്കെ കണ്ടു മനസ്സിലാക്കുമ്പോൾ അവരുടെ ആർക്കിയോളജിക്കൽ വകുപ്പ് ഇത് പറയുന്നത്. ഇവിടുത്തെ മുഴുവൻ സ്ഥാപനവും ഇഷ്ടിക കൊണ്ടുള്ള വലിയ മതിൽക്കെട്ടിന് ഉള്ളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഉള്ളിലായി തന്നെ ഒരു വലിയ ഗേറ്റും അത് കോളേജിലേക്ക് തുറക്കുന്ന വിധത്തിലുള്ള വലിയ ഒരു പടിപ്പുരയൊക്കെ കഴിഞ്ഞ് അതിൽ നിന്ന് വേർപിരിഞ്ഞ വലിയ ഹാളുകൾ എന്നിവയും വിപുലമായ വിദ്യാർത്ഥി സമുച്ചയം ആയിരിക്കണം ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടുപഠിച്ചവർ പറയുന്നത് ഇത് തന്നെയാണ്. 300 സെല്ലുകളുള്ള 8 വികാരങ്ങൾ ഉണ്ടെന്നും പറയപ്പെടുന്നു. 1920-21 കാലഘട്ടത്തിൽ ഇവിടെ നടന്ന പുരാവസ്തു ഗവേഷണത്തിൽ കുറേ ദൂരത്തിൽ വേർതിരിക്കുന്ന പല കെട്ടിടങ്ങളും ചില പാളികളിൽ ചാരത്തിൻ്റെ കട്ടിയുള്ള അവശിഷ്ടങ്ങളും കണ്ടെത്തി. ഇതിവിടെ വലിയ അഗ്നിബാധ ഉണ്ടായതായും പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ നടന്ന പല പടയോട്ടങ്ങളിലും ഇത് തകർന്നിരിക്കാമെന്നും കൊള്ളയടിക്കപ്പെട്ടിരിക്കാമെന്നും പറയുന്നു. AD 1259 ജനിച്ച ധ്യാനഭദ്ര എന്ന ബുദ്ധസന്യാസി 8ാം വയസ്സിൽ നളന്ദയിൽ പഠിച്ചിട്ടുണ്ടെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് 13ാം നൂറ്റാണ്ട് അവസാനം വരെ സർവകലാശാല ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. ഇന്ന് കാണുന്ന പല ഉത്ഖനനവും പുനരുദ്ധാരണവും നടത്തിയത് 1974 മുതൽ 1982 വരെയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിൻ്റെ നിർദ്ദേശപ്രകാരം നളന്ദയുടെ അവശിഷ്ടങ്ങൾക്ക് സമീപം ബീഹാർ സർക്കാർ 2006 പുതിയൊരു സർവകലാശാല നിർമ്മിച്ചു. 2014 സെപ്റ്റംബർ 1 രാജ്ഗിറിൽ 15 വിദ്യാർത്ഥികളുള്ള ഒരു ആധുനിക നളന്ദ സർവകലാശാലയാണ് നേരത്തെ ഞാൻ കാണിച്ച ഇൻ്റർനാഷണൽ നളന്ദ യൂണിവേഴ്സിറ്റി. അങ്ങനെ 15 വിദ്യാർത്ഥികളുമായി ആദ്യമായി അധ്യയന വർഷം ആരംഭിച്ചു. ഇതെല്ലാം തന്നെ പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഈ ചിത്രത്തിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. മഹാവീരൻ്റെ ഈ സ്ഥാപനം ലോകരാജ്യങ്ങളിലെല്ലാം അന്നത്തെ കാലത്ത് ഭയങ്കര പ്രശസ്തി നേടിയിരുന്നു.
അതുകൊണ്ട് ചൈന, മംഗോളിയ, ടിബറ്റ്, കൊറിയ എന്നീ നമ്മുടെ ഇന്ത്യ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന അന്നത്തെ കാലത്തെ അതിർത്തി പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇവിടേക്ക് വിദ്യാർത്ഥികൾ പഠനത്തിനെത്തിയിരിക്കുന്നതായും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഈ 2 പേര് എന്നോട് വന്ന് ഞാൻ എവിടെ നിന്നാണ് വന്നതെന്നും എന്നെ കണ്ടപ്പോൾ അവർക്ക് ഏകദേശം ഞാൻ റൈഡിങ് കോട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിരുന്നത്. എന്നോട് സംസാരിച്ച് അവർക്ക് എനിക്ക് നമസ്കാരമൊക്കെ തന്ന് അവർ തിരിച്ചു പോവാണ്. അപ്പോൾ എന്നോട് ഒറ്റയ്ക്കാണോ യാത്ര എന്നെല്ലാം ചോദിച്ച് അവർ വർത്തമാനം പറഞ്ഞ് പോകുന്നതാണ്. മഹായാന ബുദ്ധമതം പഠിപ്പിക്കുന്നതിനുള്ള പ്രധാന കേന്ദ്രം നളന്ദയായിരുന്നു. അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളും ഇവിടെ പഠിപ്പിച്ചിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പടയോട്ടമുണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 12-ാം നൂറ്റാണ്ടിൽ അവസാനത്തിൽ ആക്രമണകാരിയായ ബഹിത്യാർ ഖിൽജി ഈ ആശ്രമം തകർക്കുകയും സന്യാസിമാരെയെല്ലാം കൊല്ലുകയും ഇവിടുത്തെ വിലയേറിയ ലൈബ്രറി കത്തിക്കുകയും ചെയ്തു എന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു. ഈ സ്ഥലം ഇന്ന് ഏഷ്യയുടെ ഐക്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായും കണക്കാക്കപ്പെടുന്നു. ഇതിന് വിശാലമായ പൂന്തോപ്പുകളും അതുപോലെ തന്നെ അന്ന് വിശാലമായ ഈ ഗ്രൗണ്ടുള്ളത് ഇന്ന് നിലനിർത്തി അതിൽ നല്ല പച്ച പുല്ലൊക്കെ പിടിപ്പിച്ച് അതുപോലെ തന്നെ ഒത്തിരി മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ച് ടൂറിസ്റ്റുകൾക്ക് വിശ്രമിക്കാനും ഒക്കെ വേണ്ടി ആർക്കിയോളജിക്കൽ വകുപ്പ് ഇത് സംരക്ഷിച്ചു പോരുന്നു. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഈ കാണുന്നത് ഇവർ സന്യാസിമാർ താമസിച്ചിരുന്ന ഓരോ റൂമുകളായിരിക്കണം എന്നാണ് അവിടെ ഗൈഡ് പറഞ്ഞത്. ഈ ചുമരിൻ്റെ എല്ലാം വീതി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എത്ര സുരക്ഷിതമായാണ് ഇവർ ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന്. അന്ന് ആക്രമണങ്ങൾ ഉണ്ടാവുമെന്ന് ഇവർ കരുതിയിട്ടുണ്ടാവാമായിരിക്കണം. അതായിരിക്കണം ഇത്രയും വലിയ ചുമരുകൾ വീതിയുള്ളത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മേൽക്കൂര എങ്ങനെയായിരുന്നോ എന്തായിരുന്നോ എന്നും അറിയില്ല. അതൊന്നും ഖനനത്തിൽ കിട്ടിയിട്ടില്ല എന്നാണ്. ഇതൊക്കെ ഓരോ റൂമുകളും അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ ചെറിയ ഇടനാഴികളും അതിലെല്ലാം നമ്മൾ പോയാൽ നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും പെട്ടുപോകും. കാരണം ഇത് ഈ പാമ്പും കോണിയും കളിക്കുന്ന അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെയുള്ള ഒരു ചെറിയ ചെറിയ നടവഴികളാണ്. അതേപോലെ ഇടുങ്ങിയ നടവഴികളാണ്. നമ്മൾ പെട്ടുപോയാൽ കുഴപ്പമില്ല, ഇഷ്ടികേമ പിടിച്ച് നമുക്ക് മുകളിലേക്ക് കയറേണ്ടി വരും എന്ന് മാത്രം. ഇതെല്ലാം കണ്ട് ഞാൻ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയും തേടി നടക്കുകയാണ്. ഇത് കണ്ടാൽ തീരാത്തത്രയുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ 40 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഈ പുരാതന നിർമ്മിതിയാണ്. ഇവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വിശാലമായ ഒരു നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെയും ഒരു പുൽ മൈതാനിയിലേക്കാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്.